നമ്മുടെ നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പേടിയാണെന്നും ഭയമാണെന്നും അദ്ദേഹത്തിന്റെ വിരട്ടൽ കണ്ടിട്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തി അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നമ്മുടെ കോൺഗ്രസ്സുകാര് ആക്ഷേപിക്കുമ്പോൾ ആണ് ന്യൂയോർക്കിൽ നിന്ന് വലിയൊരു വാർത്ത വരുന്നത്. ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് ഈ ട്രംപിന് ഒരു വിലയുമില്ല, പേടിയുമില്ല. അവിടുന്ന് വന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. അമേരിക്കയും കമ്മ്യൂണിസത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പാതയിൽ സഞ്ചരിച്ചു തുടങ്ങിയത്രേ. ട്രംപ് ആകെ രണ്ട് വശായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ന്യൂയോർക്കിലെ മേയർ ഇലക്ഷൻ നടന്നത്. അവിടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ സോറൻ മംദാനി വെറും 34 വയസ്സേ ഉള്ളൂ. ആളൊരു സോഷ്യലിസ്റ്റാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്, ഒരു ഇടതുപക്ഷക്കാരനാണ്, ഒരു മുസ്ലിമാണ്. വെറും 34 വയസ്സ്. എതിർ സ്ഥാനാർത്ഥി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. നിലം പരിശാക്കി കളഞ്ഞു. 12% അധികം വോട്ട് നേടിക്കൊണ്ട് ഏതാണ്ട് വോട്ട് ചെയ്ത വോട്ടർമാരിലെ 50%-ലേറെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു 2 മില്യൺ ആൾക്കാർ എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിലധികം ആൾക്കാരാണ് വോട്ട് ചെയ്തത്. അതിലെ 10 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി. മറ്റേ എതിർ സ്ഥാനാർത്ഥിക്ക് 7 ലക്ഷവും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വെറും 1.5 ലക്ഷത്തിന് താഴെയും വോട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ ട്രംപ് ആകെ ഭയന്ന് വശമായിരിക്കുന്നത്. നിങ്ങൾ ഈ മംദാനിയെ ജയിപ്പിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനെ ജയിപ്പിച്ച മാതിരിയാണ്. ഈ നാട്ടിൽ വലിയ ആപത്ത് വരും, അമേരിക്കയിൽ വലിയ വിപത്ത് വരും. അതുകൊണ്ട് അദ്ദേഹം എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ അവിടേക്കുള്ള ഫണ്ടെല്ലാം വെട്ടിക്കുറയ്ക്കും, മിനിമം കാശ് മാത്രമേ നൽകുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും ജനം കേട്ടില്ല. വലിയ തോതിലുള്ള വർക്കിംഗ് ക്ലാസിന്റെ പിന്തുണ ഈ മംദാനി നേടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ചതാണ്. അമ്മ പഞ്ചാബിയാണ്. മീര നായർ നമുക്കറിയും, ഒരുപാട് സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഫാദർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ നിന്ന് പോയി ആഫ്രിക്കയിലെ കമ്പാല എന്ന സ്ഥലത്ത് സെറ്റിലായതാണ്. നമുക്ക് ഇന്ത്യക്കാർ കൂടി അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ വംശജരായ മാതാപിതാക്കൾ ജനിച്ചതാണ് സോറൻ മംദാനി. അപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. പഞ്ചാബുകാരിയായ ഹിന്ദുവായ മീര നായർക്കും ഗുജറാത്തുകാരനായ മഹ്മൂദ് മംദാനിക്കും ജനിച്ച പുത്രനാണ് സോറൻ മംദാനി. അദ്ദേഹം ഈ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളുണ്ട്. അത് വലിയ തോതിൽ ജനങ്ങളെ, വോട്ടർമാരെ ആകർഷിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വർക്കിംഗ് ക്ലാസിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഫെയർ ഫ്രീ സിറ്റി സർവീസസ്, പബ്ലിക് ചൈൽഡ് കെയർ, LGBTQ റൈറ്റ്സ്. കൂലി ഒരു ദിവസത്തേക്കായിരിക്കുമല്ലോ 2400 രൂപ ഒരു ദിവസത്തേക്ക് മിനിമം കൂലിയാക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ജനം ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ. വാടക വീട്ടുകളിലെ റെന്റ് ഫ്രീസിങ്ങിനെ പറ്റിയിട്ട് അദ്ദേഹം സംസാരിച്ചു വെച്ചിരിക്കുന്നു. അത്തരം നിരവധി വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ ജനം ഒന്നാകെ ഈ മംദാനി തെരഞ്ഞെടുത്തു. ഈ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു ഇടതുപക്ഷക്കാരനെ തെരഞ്ഞെടുത്തു, ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനെ തെരഞ്ഞെടുത്തു. ആ ന്യൂയോർക്ക് മേയറായാൽ നാളെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആകും. അതുവഴി അമേരിക്കയും ഇടതുപക്ഷത്തേക്ക് ചായുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ വഴിയിലേക്ക് പോകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇത് ശരിയാണോ അല്ലേ എന്ന് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അങ്ങനെ അമേരിക്കയും കമ്മ്യൂണിസത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞാൽ ഈ ലോകക്രമം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു സമൂഹത്തിലെ 1% വരുന്ന അതിസമ്പന്നരിൽ നിന്ന് വലിയ തോതിലുള്ള നികുതി ഈടാക്കിക്കൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് കൂടെ ഫണ്ട് കണ്ടെത്തുക എന്നും കൂടെ അദ്ദേഹം പറയുമ്പോൾ അതിന് വലിയൊരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. എന്തായാലും അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്ന കൂട്ടത്തിൽ സ്പേസ് മലയാളവും അഭിമാനിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.